എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 26, 2026 ഫ്രൈഡേ ആണ്. ഇന്ത്യൻ മാർക്കറ്റ് ലീവാണ്. ഓക്കെ, കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം മീൻസ് എനിക്ക് വന്നത് 4 ദിവസമായിട്ടുണ്ടാവും. കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇടാതിരുന്നത്. പക്ഷേ ഗ്രൂപ്പിൽ നമ്മൾ ആക്റ്റീവാണ്, ഗ്രൂപ്പിൽ ട്രേഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിന് ഞാൻ പറയാം, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒരേ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഓക്കെ, അത് വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ അല്ല, ഒരു ടൂളാണ്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് വോളിയം നോക്കുന്നുണ്ട്. മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഏതൊക്കെ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാലും മാർക്കറ്റിലെ ബേസ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ വോളിയമാണ്. മാർക്കറ്റിലെ വോളിയം വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബൈയും സെല്ലും നടക്കുമ്പോഴാണ് വോളിയം വരുന്നത്. കാരണം ബയ്യേഴ്സ് മാത്രമുള്ള മാർക്കറ്റിൽ ഒരിക്കലും ട്രേഡ് നടക്കൂല, സെല്ലേഴ്സ് ഉള്ള മാത്രമുള്ള മാർക്കറ്റിലും ട്രേഡ് നടക്കൂല. ഓക്കെ, അപ്പോൾ ട്രേഡ് നടക്കണമെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ ബയ്യേഴ്സും വേണം സെല്ലേഴ്സും വേണം, എങ്കിൽ മാത്രമാണ് ട്രേഡ് നടക്കുള്ളൂ. അപ്പോൾ ആ ട്രേഡ് നടന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിനാണ് ട്രേഡ് നടന്നു എന്ന് മനസ്സിലാക്കുന്ന എപ്പോഴാണ്, മാർക്കറ്റിൽ വോളിയം ഉള്ളപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈ ആയിട്ടുള്ള വോളിയം ഉണ്ടാവും, ലോ ആയിട്ടുള്ള വോളിയം ഉണ്ടാവും. അപ്പോൾ എന്താണ്, ട്രേഡ് നടക്കുന്നതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് വോളിയം കൂടിയും കുറഞ്ഞും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന, ഓക്കെ, നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ജസ്റ്റ് ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വോളിയം പ്രൊഫൈലിന്റെ ഒരു ചെറിയ കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കാണുകയാണെങ്കിൽ, ഓക്കെ, ഇതിപ്പം പുതിയ ചാനലാണ് യൂട്യൂബിൽ. അപ്പോൾ പഴയ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പഴയ ചാനലിൽ ഒരു 10-200 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പുതിയതിനകത്തൊരു 10-30 വീഡിയോസ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് 1 ഇയറിന് മേലെയായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ആ 1 ഇയർ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വോളിയം പ്രൊഫൈൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്, ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വോളിയം പ്രൊഫൈൽ ഓൾമോസ്റ്റ് ഒരു 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിച്ച ആളുകളും 2 വർഷം മുതൽ 3 വർഷം വരെ എൻ്റെ അടുത്ത് കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകൾ എൻ്റെ കൂടെ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഞാൻ വോളിയം പ്രൊഫൈൽ എന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സ്ട്രാറ്റജി ഞാൻ നോക്കിയിട്ടില്ല. കാരണം നമുക്ക് ലോകത്ത് ഒരുപാട് സ്ട്രാറ്റജി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആളുകൾ ഒരു സ്ട്രാറ്റജി പഠിക്കും, വേറെ സ്ട്രാറ്റജി പഠിക്കും. അതിന്റെ റീസൺ എന്തായിരിക്കും? കാരണം ഒരു സ്ട്രാറ്റജി 100% വർക്കിംഗ് അല്ല. അത് വോളിയം പ്രൊഫൈൽ ആയിക്കോട്ടെ, എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, 100% ഒരിക്കലും എന്താണ് വർക്കിംഗ് ആയ സ്ട്രാറ്റജി ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളൊരു സ്ട്രാറ്റജി ഒരു ദിവസം, നമ്മൾ 10 ദിവസം ട്രേഡ് എടുത്തതിൽ ഒരു ദിവസം 2 ദിവസം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്ട്രാറ്റജി വിട്ടിട്ട് വേറെ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ ലൈഫ് മുഴുവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അപ്പൊ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ എടുത്ത ട്രേഡ് SL ആയി കഴിഞ്ഞാൽ SL അംഗീകരിക്കുക, അതിന്റെ കൂടെ എന്ത് മനസ്സിലാക്കുക, അത് SL ആവാനുള്ള റീസൺ എന്താണെന്ന് നോക്കുക. നമ്മൾ എടുത്തത് റീസൺ കാരണമാണോ, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ തന്നെ SL അടിച്ചതാണോ നമ്മൾ നോക്കുക. അല്ലാതെ നമ്മളൊരു ട്രേഡ് SL അടിച്ചു നിർത്തി ഒരു സ്ട്രാറ്റജി വിട്ടിട്ട് അടുത്ത സ്ട്രാറ്റജി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ട്രാറ്റജി പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല നമുക്ക്. ഓക്കെ, നമ്മൾ ലൈഫ് മുഴുവൻ ഇങ്ങനെ ഓരോ സ്ട്രാറ്റജി പഠിച്ച് ഓരോരുത്തരുടെ പുറകെ പോയി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഗോൾസ് എടുത്ത് ട്രേഡ് ചെയ്താലുള്ള അവസ്ഥ മാത്രമാണ് നമുക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാവില്ല, ഒരു സെറ്റപ്പും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ലൈഫ് മുഴുവൻ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വോളിയം പ്രൊഫൈലിൽ SL അടിക്കാനില്ല ഞാൻ പറയുന്നില്ല. വോളിയം പ്രൊഫൈൽ പഠിച്ചു കഴിഞ്ഞാൽ SL അടിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ SL അടിക്കുകയാണെങ്കിൽ നമ്മളെ ചെറിയ SL ആണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് എല്ലാ ട്രേഡിനും SL ഉണ്ട്. SL ഇല്ലാത്ത നമ്മളൊരു ട്രേഡ് നമ്മൾ എടുക്കാറില്ല. ഓക്കെ, SL ഇല്ലാത്ത ട്രേഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി അല്ല, അത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രേഡാണ്. എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഗാംബ്ലിംഗ് അല്ലെ. എന്താണ്, നമ്മൾ ചുമ്മാ ഒരു കോയിൻസ് മേലോട്ട് ഇടുമ്പോൾ ഒന്നെങ്കിൽ ടൈല് വീഴും അല്ലെങ്കിൽ ഹെഡ് വീഴും. അതേപോലെ തന്നെ ആയിരിക്കും, ഒന്നെങ്കിൽ ബൈ എടുക്കും ഒന്നെങ്കിൽ സെല്ല് എടുക്കും. അതിന് പ്രോപ്പറായ SL ഉണ്ടാവില്ല. അപ്പൊ അതിന് സ്ട്രാറ്റജിയുടെ ആവശ്യമില്ല. ഓക്കെ, സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ എന്താണ്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള SL ഉണ്ടാവും. ആ SL അടിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ട്രേഡിൽ എന്താണ്, നമുക്ക് ആ സ്ട്രാറ്റജി വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് അത് റിക്കവർ ആക്കാനുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നെ നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു സ്ട്രാറ്റജി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രോഫിറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതെപ്പോഴാണ് പ്രോഫിറ്റ് ആവുക, ആ സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യുക. അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണ് പഠിച്ചത് അത് വെച്ച് മാത്രം ട്രേഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ചിലപ്പോൾ എന്താണ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ചിലപ്പോൾ 100 പോയിന്റ് മേലെ പോയി, നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയില്ലെന്ന് വരും. കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ 100 പോയിന്റ് പോയതിന് പകരം നിങ്ങൾക്ക് സ്ട്രാറ്റജിയിൽ നിങ്ങളായിട്ട് ചിലപ്പം ഓപ്പൺ ആയത് എവിടെയായിരിക്കും, മാർക്കറ്റ് നിങ്ങൾക്ക് എൻട്രി തന്നിട്ടുള്ളത് ജസ്റ്റ് 20, ഏറ്റവും ബോട്ടമിലായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾക്ക് എൻട്രി തന്നിട്ടുണ്ടാവുക. ആ എൻട്രി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മേ ബി നിങ്ങൾ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് റീസൺ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും,
അത് നിങ്ങൾ കണ്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, അത് എനിക്ക് ട്രേഡ് മിസ്സായി മാർക്കറ്റ് മേലെ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ട്രേഡ് ചെയ്യുന്ന ചിലപ്പോൾ ഏറ്റവും ടോപ്പിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്ത പാടെ എന്തായാലും മാർക്കറ്റ് നേരെ താഴെ വരും. ഓക്കെ, അതാണ് സംഭവിക്കുക. അപ്പോൾ എന്താണ്, മാർക്കറ്റ് താഴെ വന്നു അടുത്ത സെറ്റപ്പ് ഉണ്ടാകുന്നതിന് മുന്നത്തെ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ലോസ് മുഴുവൻ മേടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് 3-4 ട്രേഡ് എടുത്തിട്ടുണ്ടാവും, LSL അടിച്ച് നിങ്ങളുടെ റിസ്ക് മുഴുവൻ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഓരോ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ പഠിച്ച സെറ്റപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ആ സമയത്ത് എന്താണ്, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും, കാരണം സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് എൻട്രി ഉള്ളത് തരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പല വിധത്തിലുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന പോലെ ഒരുപാട് ട്രേഡ് എടുത്ത് ലോസ് വരുത്തിയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായ സെറ്റപ്പിൽ വരുമ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റാതിരിക്കുന്നത് ഫസ്റ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നിങ്ങൾക്ക് സ്ട്രാറ്റജി പ്രകാരം എന്ത് ചെയ്തു, ട്രേഡ് തന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാനുള്ള ഒരു പേടി, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും അല്ലെ. അതെന്താണ്, നിങ്ങൾക്ക് ആ സ്ട്രാറ്റജിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് അല്ലെ. നമുക്കിപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ട്രേഡ് എടുക്കും. അപ്പോൾ നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുക, അയ്യോ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സെല്ലാവോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കും മേ ബി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എടുക്കാതിരിക്കുന്നത്. അങ്ങനെയും നമുക്ക് സംഭവിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്ട്രാറ്റജി എന്നുള്ളത് എന്താണ്, ഒരു 50%, ബാക്കി 50% അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നിരിക്കും. ഓക്കെ, സ്ട്രാറ്റജി പഠിച്ചു എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരും പ്രോഫിറ്റ് തരില്ല. പ്രോഫിറ്റ് തരണമെങ്കിൽ എന്താണ്, നിങ്ങൾ ആ പ്രോപ്പർ സെറ്റപ്പിൽ ട്രേഡ് എടുക്കണം, പ്രോപ്പർ SL നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമ്മളെല്ലാം പഠിച്ചു, ഞാൻ 10 ലക്ഷം കൊടുത്തിട്ട് ട്രേഡ് സ്ട്രാറ്റജി പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് കൊണ്ടൊന്നും പ്രോഫിറ്റ് തരില്ല ഫസ്റ്റ്. പിന്നെ ബാക്കിയുള്ളവർ എടുക്കുന്നത്, ഇപ്പോൾ ബാക്കിയുള്ളവർ ചില ആളുകൾ പറയും നമ്മൾ വോളിയം പ്രൊഫൈലിൽ നമ്മൾ സെൻസെക്സിൽ എടുക്കുമ്പോൾ 300-400 പോയിന്റ് നമ്മൾ ടാർഗറ്റ് എടുക്കുന്നുണ്ട്. അതൊരിക്കലും മറ്റുള്ളവർക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മറ്റുള്ളവരെ പ്രോഫിറ്റ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മറ്റുള്ളവർ ലോസ് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. അത് നിങ്ങൾക്ക് എപ്പോഴാണ് കാര്യം ഉണ്ടാവുന്നത്, ആ ട്രേഡ് നിങ്ങളെടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അല്ലാതെ വേറൊരാൾ ഒരു സ്ട്രാറ്റജി ഇപ്പം വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല അല്ലെ. അങ്ങനെ വോളിയം പ്രൊഫൈൽ വേണമെന്നില്ല, പല സ്ട്രാറ്റജി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ആളുകൾ പ്രോഫിറ്റ് ആവുന്നുണ്ട്. അവരുടെ പ്രോഫിറ്റ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, ഒരു ഉപകാരമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുന്ന സാധനത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം. അത് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ, അതാണ് മെയിൻ. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെയും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അതിൽ പ്രോപ്പറായ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം തന്നെ ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. വേറെ ആളെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, ആകെ ഹെൽപ്പ് എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതിലുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനും ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ ആളെ ഹെൽപ്പിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ല. ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാലും പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഇവൻ ദോ പ്രോപ്പർ സെറ്റപ്പ് ഒന്നായി കഴിഞ്ഞാലും ട്രേഡ് എടുക്കത്തില്ല, ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, കാരണം വോളിയം പ്രൊഫൈലിന്റെ ആക്യുറസി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോ ഇപ്പോൾ കിട്ടുന്നില്ല, കാരണം ആ യൂട്യൂബ് ചാനൽ പോയതുകൊണ്ടാണ് ഞാൻ പുതിയത് ഉണ്ടാക്കിയത്. ഓക്കെ, ഇവൻ ദോ ഇതിനകത്തും 10-30 വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും എല്ലാ ലെവൽസും ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു ലെവൽസും ഞാൻ ഷെയർ ചെയ്യാറില്ല. എല്ലാ ലെവൽസും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് മാത്രമാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് ഗോൾഡിലേക്ക് പോവാം. അപ്പോൾ ഗോൾഡിൽ ഇത് വീക്കിലി ലെവലാണ്. ഓക്കെ, വീക്കിലി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും കൊടുക്കുന്നത്. അത് നെക്സ്റ്റ് ഫ്രൈഡേ വരെ എന്തായിരിക്കും മാർക്കറ്റിൽ വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് വരുന്നത് അല്ലേ. അപ്പം ഇതാണ് ലാസ്റ്റത്തെ ഫ്രൈഡേ എന്ന് പറയുന്നതായിരിക്കും അല്ലെ, 19 ഫ്രൈഡേ. ഓക്കെ, 22 മൺഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കൊടുത്തത് ഈ ഫ്രൈഡേക്ക് ശേഷമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ വീക്കിലി ലെവൽ. ഓക്കെ, ഈ ലെവലിന്റെ മേലെയാണ് നമുക്ക് ബൈ ആക്റ്റീവ് ആവുക. കാരണം ഈ ലെവലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ലെവലിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം എന്തായാലും നമ്മളെ ലെവലിന്റെ ടോപ്പ് വരെ വന്നു. ഏകദേശം എത്രയാണ്, ഒരു 19-20 പോയിന്റിന്റെ എന്ത് ചെയ്തു ഗ്യാപ്പ് അവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഫോളായി. 249 പോയിന്റ് മാർക്കറ്റ് ഫോളായി അല്ലെ. അതിനുശേഷം ഈ ലെവലിൽ വന്നു. ഈ ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തു, കുറച്ചൊന്നും സസ്റ്റെയിൻ ചെയ്തു, അതിനുശേഷം ബ്രേക്ക് ചെയ്തു, വീണ്ടും തിരിച്ച് ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു, അത് നേരെ താഴെ ബ്രേക്ക് ചെയ്തു, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. ആ ലെവലിൽ നിന്ന് എന്താണ്, നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എത്ര പോയിന്റ് നമുക്ക് SL വരും, 12 പോയിന്റ് SL നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം 150 പോയിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ SL എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഇത് വീക്കിലി ലെവലാണ്. നമ്മൾ SL വലുതായിരിക്കും, ടാർഗറ്റും അതേപോലെ തന്നെ വലുതായിരിക്കും. ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏകദേശം നമ്മൾ 4350 എന്നുള്ളതാണ് സെല്ല് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അവിടുന്ന് ഏകദേശം 350 പോയിന്റാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 10-12 പോയിന്റുള്ള SL ആയിരുന്നു നമുക്ക് ട്രേഡ് വന്നിട്ടുള്ളത്. അപ്പം വീക്കിലി ലെവൽ എന്ന് പറയുന്നത് SL കൂടുതലായിരിക്കും. അത് അത്യാവശ്യം ക്യാപിറ്റൽ ഒരു 500 റേഞ്ചിൽ ക്യാപിറ്റലുള്ള ആളുകൾക്ക് മാത്രമുള്ള ട്രേഡാണ് അത്.
കാരണം വെച്ച് കഴിയുമ്പോൾ SL എന്ന് പറയുന്നത് 15-20 പോയിന്റ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200-300 പോയിന്റ് ആയിരിക്കും നമുക്ക് ടാർഗറ്റ് നോക്കുന്നത്. ഓക്കെ, ഇവന് ഇവിടെ നിന്ന് സെല്ല് എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കും, ഇതായിരിക്കും. ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവന്തോ ഇവിടെ ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു SL ഹിറ്റ് ആയിട്ടുണ്ടാവും, അതിനുശേഷം സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് റിക്കവർ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് വീക്കിലി ലെവലുള്ളത്. അത് എനിക്ക് തോന്നുന്നത് എല്ലാ ആഴ്ചയിലും ഞാനിവിടെ പോസ്റ്റ് ചെയ്യാറുള്ളതാണ്. അപ്പം കഴിഞ്ഞ നിങ്ങളുടെ വീഡിയോ സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലെവൽസ് മുഴുവൻ ഉണ്ടാവും. അതിനകത്ത് മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഓക്കെ, ഇതാണ് ഗോൾഡിന്റെ വീക്കിലി ലെവൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഓക്കെ, ഇത് നമ്മൾ 1 മിനിറ്റിലാണ് നോക്കുന്നത്. ഇത് നമ്മൾ ഇൻട്രാഡേ ട്രേഡാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റേഞ്ച്. ഓക്കെ, 6.18 ഇതാണ് ലോയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 2 സോണാണ്. ഓക്കെ, മേലത്തെ ലെവൽ നോക്കണ്ട, ഈ ഒരു 2 സോണാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ലെവലാണ് ഈ ഒരു ലെവൽ. ഓക്കെ, ഇത് നമ്മൾ സെല്ലെടുത്ത റേഞ്ചാണ്. ഇതിന്റെ മേലെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഇതെന്താണ്, സപ്പോർട്ട് സോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു സിനാരിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് 2-3 പ്രാവശ്യം നമ്മളെ റേഞ്ചിൽ സെല്ല് വന്നു. അതിനുശേഷം ഈവനിങ്ങിൽ മാർക്കറ്റ് ഓപ്പൺ ആയി സമയത്ത് എന്ത് ചെയ്തു, ഈവനിങ്ങിൽ ഓപ്പൺ മീൻസ് ന്യൂസ് ടൈമിൽ മാർക്കറ്റ് 6 മണിക്ക് ഒരു വലിയ ക്യാൻഡിൽ ഉണ്ടാക്കി ഈ ഒരു ലെവലിന്റെ മേലെ പോയി. ഓക്കെ, ഇതായിരുന്നു നമ്മളെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ മേലെ പോയി മാർക്കറ്റ് കറക്റ്റ് സപ്പോർട്ട് എടുത്തത് നമ്മുടെ സോണിലാണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ് SL വരും? ഓക്കെ, 2.5 പോയിന്റ് SL മാർക്കറ്റ് മൂവ് ചെയ്തത് ഓൾമോസ്റ്റ്. ഇത് ഞാൻ മുഴുവനായി കിട്ടി എന്നല്ല പറയുന്നത്. ഓക്കെ, 2.5 പോയിന്റിൽ മാർക്കറ്റ് 53 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ലെവലിൽ ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ ഓൾറെഡി. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എവിടെ ബുക്ക് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ 2.5 പോയിന്റാണ് റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് എത്ര നോക്കണം എന്നൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അതിനുശേഷം ഈ പച്ച ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റ് ഉണ്ടാക്കിയ ഹൈ. ഓക്കെ, ഇത് വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. ഇന്നലെ ആ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗ്യാപ്പ്. ഞാൻ ഒറ്റ ലൈനായിട്ട് വരച്ചാണ്. അപ്പോൾ പഠിച്ച ആളുകൾക്ക് പോയിട്ട് ഹൈയിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് സോൺ എന്ന്. അതിനുശേഷം സെക്കൻഡ് ഗ്യാപ്പ് ഇതിന്റെ താഴെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, സെല്ല് വന്നു. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു, ഹൈ ഉണ്ടാക്കി, നമ്മളെ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തു. അല്ലെ, ഇതെന്താണ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തത് ഞാൻ നമ്മളെ സെറ്റപ്പ് എന്താണ്, ഇതായിരിക്കും നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പോൾ സ്വാഭാവികമായിട്ടും സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്തു, 1:4 മേലെ നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യാനുള്ള റീസൺ എന്താണ്, ഈ ഒരു ട്രാപ്പ് ഏരിയയുടെ മേലെയാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, കാരണം ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് ആണ് ഉള്ളത്. പിന്നെ മാർക്കറ്റ് ഈ ലെവലിന്റെ താഴെ വരണമെങ്കിൽ മാത്രമാണ് നമുക്ക് ബീറിഷ് ആകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും 1:4 വരുമ്പോൾ മസ്റ്റായിട്ട് ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ട്രാപ്പ് ഏരിയയുടെ മേലെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ ട്രേഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു സെറ്റപ്പ്. ഓക്കെ, ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ഗ്യാപ്പിൽ റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അഗൈൻ സെല്ലിടാന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്കൊന്നത് രാത്രി 10-11 മണിക്കാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്, വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെറ്റപ്പ്. ഓക്കെ, ആ സെറ്റപ്പ് എവിടെയാണ് ആക്റ്റീവ് ആയത്? കാരണം ഈ ലെവലിന്റെ മേലെ താഴെ മാർക്കറ്റ് പിന്നെ വന്നിട്ടില്ല. അല്ലെ, ഗ്യാപ്പിന്റെ മേലെ തന്നെയാണ് മാർക്കറ്റ്. ഓക്കെ, ബൈ എടുക്കുന്നവർക്ക് ബൈ എടുക്കാം. പക്ഷെ ഞാൻ കൊടുത്ത സെല്ലാണ്. സെല്ല് മീൻസ് ആക്റ്റീവ് ആകണമെങ്കിൽ സെല്ല് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് സെല്ല് എടുക്കേണ്ടത്? സെല്ല് എടുക്കേണ്ട റേഞ്ച് ആക്റ്റീവ് ആയത് എവിടെയാണ്? ഇന്ന് രാവിലെയാണ് മാർക്കറ്റിൽ. അല്ലെ, 5:20 5:18 മാർക്കറ്റിൽ എന്ത് സെല്ല് ആക്റ്റീവ് ആയത്. അതിനുശേഷം നമ്മൾ ട്രേഡ് എപ്പോഴാണ് ആക്റ്റീവ് ആയത്? നമ്മളെ ലെവലിൽ വന്ന് റിജക്ഷൻ അടിച്ചു. 6:31 വന്നു, 6:45 വന്നു, 7:13 വന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ 7:30 വരെ വന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ടൈം നമുക്ക് എന്ത് ചെയ്തു, 1 2 3 3 പ്രാവശ്യം നമ്മളെ ഏരിയയിൽ ബൈ എടുക്കാൻ സെല്ല് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ട്രേഡൊന്നും മിസ്സാവാനുള്ള ചാൻസ് ഇല്ല. 7:30 വരെ എണീക്കാത്ത ആൾക്കാർക്ക് മിസ്സാവും. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് കൊടുത്ത ട്രേഡാണ്. ലെവൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ ലെവൽ വരച്ച് കഴിഞ്ഞാൽ, കാരണം വോളിയം പ്രൊഫൈൽ പഠിക്കുന്ന ആളുകൾക്ക് എല്ലാം അറിയാം ഈ ലെവൽ എന്താണെന്നുള്ളത്. ഓക്കെ, അത് അറിഞ്ഞിട്ടാണ് വോളിയം പ്രൊഫൈൽ പഠിച്ചെന്ന് കാര്യമുള്ളൂ. അവിടെ നിങ്ങൾക്ക് ട്രേഡ് ഈസി കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടാർഗറ്റ് അടക്കം ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ടാർഗറ്റ്, നമ്മളെ ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, മാർക്കറ്റ് എത്ര പോയിന്റ് ഉണ്ട്? നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് 3.4. ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുന്നത് 33 പോയിന്റ് ആണ്. റിസ്ക് റിവാർഡ് 1:9.7. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റ് നമ്മൾ ടാർഗറ്റ് അടിച്ചു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് എന്താണ്, റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, കുറച്ച് അവിടെ നിന്ന് 1:3 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് പ്രാവശ്യം വന്ന റേഞ്ചാണ്. എനിക്ക് തോന്നുന്നത് ലെവലിന് താഴെ വന്നതിന് ശേഷം 1 2 3 4 പ്രാവശ്യം വന്നിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്. സ്വാഭാവികമായിട്ട് അവിടെ നമ്മൾ പിന്നെ ട്രേഡ് ചെയ്ത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സ്കാൽപ്പ് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമാണ് നമ്മൾ നോക്കുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും ആ ലെവല് ബ്രേക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു. അല്ലെ,
സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് മേലെ പോയി. ഈ റേഞ്ചിലാണ് ഇപ്പോഴും കളിക്കുന്നത്. ഇത് എന്താണ്? റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത്രയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ഇവന്തോ മാർക്കറ്റ് പക്കാ സൈഡ് വേസാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എങ്കിൽ പോലും നമ്മളെ ലെവൽസ് മാർക്കറ്റ് മസ്റ്റായിട്ട് ആക്ട് ചെയ്തിരിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ലെവലും മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ള കാര്യങ്ങൾ ഗോൾഡിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. കൊടുക്കാത്ത ഒരു ലെവലും ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഗോൾഡിലേക്ക് പോവാം. അല്ല, ഗോൾഡ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോവാം. ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ മൺഡേ ഷെയർ ചെയ്ത ലെവലാണ് ഈ ഒരു ലെവല്. ഓക്കെ, മൺഡേ മാർക്കറ്റ് എന്താണ് 22 മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ ഈ ലെവൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഹെവി ഒരു ബൈയിങ് വന്ന ഏരിയാസ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലെ സെല്ലേഴ്സ് ബയേഴ്സ് മാർക്കറ്റിനെ സ്ട്രോങ് ആണെങ്കിൽ ഈ ലെവലിൽ എന്ത് ചെയ്യില്ല, അവർ താഴെ കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ്. ഈ ലെവലിൽ നിന്ന് പുഷ് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, പക്ഷെ സ്വാഭാവികം എന്താണ് സംഭവിച്ചത്? അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് വലിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ ബയേഴ്സിന്റെ സോണും സെല്ലേഴ്സിന്റെ സോണായി മാറി. അപ്പൊ ഞാൻ മൺഡേയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ആരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞു. മൺഡേ മാർക്കറ്റ് പക്ക എന്താ സൈഡ് വൈസ് ആയി ക്ലോസ് ചെയ്തു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ചൊവ്വാഴ്ച നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ മൺഡേ കൊടുത്ത ലെവൽസ് ആണ് ഞാൻ ചൊവ്വാഴ്ച വീണ്ടും ഞാൻ ഈ ലെവൽ കൊടുത്തായിരുന്നു. മാർക്കറ്റിൽ സെല്ല് വന്ന എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. കറക്റ്റ് നമ്മളെ റെസിസ്റ്റൻസ്. ഓക്കെ, നമ്മളെ ഗ്യാപ്പ് നിന്നാണ് മാർക്കറ്റിൽ സെല്ല് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രീമിയം നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. 24,200 പൊട്ട് നിങ്ങൾ അന്നത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് വന്നത് 80 റുപ്പീസുള്ള പ്രീമിയം 370, 380 വരെ മാർക്കറ്റിൽ മൂവ് ചെയ്തിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ 24,200 പ്രീമിയത്തിൽ ഞാൻ മൺഡേ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു 144 അബോ. ഓക്കെ, കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല, മൺഡേ അത് ആക്റ്റീവ് ആയിട്ടില്ല. പക്ഷെ ട്യൂസ്ഡേ അത് ആക്റ്റീവായി 144 അവിടെ നിന്ന് അത് ഏകദേശം 200 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ട്രേഡ് മൺഡേ കൊടുത്ത ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. പക്ഷെ മോസ്റ്റ്ലി ആളുകൾ എന്താ ചെയ്യുക, മൺഡേ കൊടുത്ത ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ അവിടെ കളയും. ഓക്കെ, നെക്സ്റ്റ് ഡേയിൽ അവർ നോക്കത്തില്ല. നോക്കാത്തവർക്ക് ട്രേഡ് കിട്ടിയില്ല. ഇത് മൺഡേ കൊടുത്ത ലെവലാണ്. ഈ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം വോളിയം പ്രൊഫൈലിന്റെ ലെവൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റ പ്രാവശ്യം കൊണ്ട് തീരുന്ന സംഭവമല്ല. ഓക്കെ, എപ്പോഴൊക്കെ അത് വരുന്നുണ്ടോ എപ്പോഴൊക്കെ അത് വരുന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം അതിന്റെ ഈ മാർക്കറ്റിൽ 100% ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച ഞാനൊരു പുട്ടിന്റെ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച പുട്ടിന്റെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ വേണ്ടി പറ്റും. ബുധനാഴ്ച നമ്മൾ സെൻസെക്സ് ആണ് എടുക്കുക. ഓക്കെ, സെൻസെക്സിന്റെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോൾ ആക്റ്റീവ് ആയത് എനിക്ക് വന്നത് 293 റേഞ്ചിലാണ് കോൾ ആക്റ്റീവ് ആയത്. 293 ഏകദേശം 700 വരെ അതിന്റെ പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 400 പോയിന്റാണ് മൂവ് ചെയ്തിട്ടുള്ളത്. 400 പോയിന്റ് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരെ പോയിന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു 15 പോയിന്റ് റിസ്ക് അതിന്റെ എസ്സിൽ വരുന്നത് എനിക്കൊന്ന് 7-8 പോയിന്റ് ആണ് സെൻസെക്സിന്റെ എസ്സിൽ വരുന്നുള്ളൂ. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മൾ നോക്കുന്നത്, 1 മിനിറ്റ് ആണ്. ഓക്കെ, ഒരു 15 പോയിന്റ് കൂട്ടിക്കോ. 15 പോയിന്റ് റിസ്ക് എടുത്ത സാധനം 400 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 400 പോയിന്റ് വേണ്ട, 150 പോയിന്റ് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് 1:10 അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് വെനസ്ഡേ ഉണ്ടായിരുന്ന ട്രേഡിന്റെ ലോജിക്ക്. ഓക്കെ, ഇതും ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. കാരണം ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ചയാണ് കൊടുത്തത്. അപ്പൊ ബുധനാഴ്ച ട്രേഡ് ചെയ്യാനുള്ള ചൊവ്വാഴ്ച രാത്രിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് കൊടുത്തത് നിഫ്റ്റിയുടെ കൊടുത്തത് എപ്പോഴാണ്? മൺഡേ ആയിരുന്നു. മൺഡേ മീൻസ് സൺഡേ ആണ് കൊടുത്തത്. മൺഡേ നമ്മൾ ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. ആക്റ്റീവ് ആയത് ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച അതിനകത്ത് 200 പോയിന്റ് മൂവ് ചെയ്തു. ചൊവ്വാഴ്ച കൊടുത്ത സെൻസെക്സിന്റെ ട്രേഡ് 400 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൊടുക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇന്നലെ മാർക്കറ്റിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. ഏകദേശം എനിക്ക് വന്നത് 10:15 സംതിങ്ങാണ് ഞാൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ നമുക്കൊരു കോള്, കാരണം ഞാൻ അതിന് മുന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗ്രൂപ്പിൽ കൊടുക്കാത്ത കാര്യമാണ്. കൊടുക്കാത്ത ഞാൻ കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയും. ഞാൻ വേറെ ട്രേഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ സിയുടെ ലെവല് എന്ത് ചെയ്തു, ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു. സിയുടെ മീൻസ് നമ്മൾ വോളിയം പ്രൊഫൈൽ വരച്ചു കഴിഞ്ഞാൽ സിയിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. ഏകദേശം 10 പോയിന്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ, പക്ഷെ ട്രേഡ് ആക്റ്റീവായി എനിക്ക് വന്നത് ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം എത്ര പോയിന്റ് റിസ്ക് പോയി നോക്കുക, 95 പോയിന്റ് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു 10 പോയിന്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ
പക്ഷേ നമ്മളത് ലേറ്റ് ആയിട്ടാണ് കണ്ടത്. കാരണം ഞാൻ 10 മണിക്കാണ് ഗ്രൂപ്പ് മാർക്കറ്റിൽ വന്നത്, അപ്പോഴാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്റെ ലെവൽസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച ആൾക്ക് നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും, പഠിക്കാത്ത ആൾക്ക് മീൻസ് എന്നെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ആ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 11:30 ആയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പോസിറ്റീവ് ആണ്, പക്ഷേ പുട്ട് സൈഡിലേക്ക് ഒരു സ്പൈക്ക് വരും. ആ സ്പൈക്ക് എവിടെയാണ് എടുക്കേണ്ടത് എന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ വ്യാഴാഴ്ച ട്രേഡ് ചെയ്യുന്നത് സെൻസെക്സിലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് 11:30ക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ പുട്ട് സൈഡിലേക്ക് ഒരു സ്പൈക്ക് വരും. ആ സ്പൈക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നത് ഈ ലെവലിന്റെ താഴെയായിരിക്കും ട്രേഡ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം എത്ര മണിക്കാണ് ആക്റ്റീവ് ആയത്? 2:14. ഈ 2:14 ആക്റ്റീവ് ആയത്. 2:14 പുട്ട് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 118. ഓക്കെ, 118 മുതൽ അത് ഏകദേശം 350 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 118ന്റെ ഒരു സ്ട്രൈക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് ഏകദേശം 350 വരെ അത് എന്ത് ചെയ്തു, മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പറഞ്ഞാൽ ഏകദേശം 11 മണിക്ക് ഞാൻ കൊടുത്തതാണ്. കാരണം രാവിലെ കൊടുത്ത ട്രേഡ് ഞാൻ കൊടുത്തില്ല, കാരണം മാർക്കറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു പുട്ട് സൈഡിൽ ഒരു സ്പൈക്ക് ഉണ്ടാവും. ആ സ്പൈക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ലെവലിന്റെ താഴെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എടുത്ത് ഏകദേശം 100 രൂപ 110 രൂപയുടെ സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 300 വരെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 200ന്റെ സ്ട്രൈക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് അത് 400 500 വരെ മൂവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം ഇവിടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സെയിം ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ ലെവലിന്റെ താഴെ മാർക്കറ്റ് ക്ലോസും ചെയ്തിട്ടുണ്ട് അല്ലെ. ഏകദേശം എത്രയാണ്? 2:15. 2:14 നമുക്ക് അവിടെ ആക്റ്റീവായി. 2:15 എന്ത് ചെയ്തു, മാർക്കറ്റ് നമ്മളെ ലെവലിന്റെ താഴെ പോയി. ഇവന്തോ നിങ്ങൾക്ക് അവിടെ സെല്ല് എടുത്തു കഴിഞ്ഞാൽ പോലും ഏകദേശം എത്രയാണ്, സെയിം നമുക്ക് 10 പോയിന്റാണ് വരിക. ആ 10 പോയിന്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ സെൻസെക്സിൽ നിങ്ങൾക്ക് 200 പോയിന്റിന്റെ മേലെ പ്രീമിയം. ആ 118 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് 3 പ്രാവശ്യം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ എൻട്രി ലെവൽ 118 എന്നുള്ള 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഫോളായി ആ പ്രീമിയം 354 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റജി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സ്ട്രാറ്റജിയിൽ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കഴിഞ്ഞാൽ 100% നിങ്ങൾ പ്രോഫിറ്റ് ആവും. ഓക്കെ, കാരണം സ്ട്രാറ്റജി പഠിച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറെ അതിന്റെ ഓപ്പോസിറ്റ് പോയി ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. സ്ട്രാറ്റജിയിൽ എന്താണ് പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക. ഇവന്തോ ഒരു SL അടിച്ച് 10 പോയിന്റ് SL അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിക്കവർ ആയിട്ട് 100 പോയിന്റ് പിടിക്കാനുള്ള സാധനങ്ങൾ വോളിയം പ്രൊഫൈൽ നിങ്ങൾക്ക് തരും. 100% എനിക്ക് ഷുവർ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ സാധനം ഞാൻ 5 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കില്ല, 5 വർഷമായിട്ട് വീഡിയോ ചെയ്തില്ല, 5 വർഷമായിട്ട് ട്രേഡ് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം വർക്കിംഗ് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ കൂടിപ്പോൾ ഒരു വർഷം, ഏറ്റവും കൂടുതൽ ഒരു വർഷം, ഒരു വർക്കിംഗ് അല്ലാത്ത ഒരു സാധനത്തിന് പുറകെ ഒരു വർഷം പോലും ആരും പോകത്തില്ല. അപ്പൊ ഞാൻ പഠിപ്പിച്ച ആളുകൾ, ഓക്കെ, എന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത ആളുകൾ 3 വർഷമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടി പറ്റി ഞാൻ വോളിയം പ്രൊഫൈൽ എന്നല്ലാതെ വേറെ സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് ഭ്രാന്തില്ല അല്ലെ. വർക്ക് ചെയ്യാത്ത സാധനത്തിന്റെ പുറകെ പോയി വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റില്ല. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 3 വർഷമായിട്ട് ആളുകളെ പഠിപ്പിക്കുന്നതും ട്രേഡ് ചെയ്യുന്നതും യൂട്യൂബിൽ ഇടുന്നതും. ഓക്കെ, അപ്പൊ വർക്ക് ചെയ്യാത്ത സാധനത്തിന് പുറകെ നമ്മൾ എന്തായാലും ഇത്രയും വർഷം പോകത്തില്ല. അപ്പൊ വർക്ക് ചെയ്തില്ല നമ്മൾ അടുത്ത് മാറ്റി പിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ വോളിയം പ്രൊഫൈൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് പഠിച്ച് അത് മാത്രം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. വോളിയം പ്രൊഫൈലിലെ ലെവൽസ് എന്ന് പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കും, അത്രയും പവർഫുൾ ആയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് വേണ്ട സമയത്ത് നമ്മൾ വേണ്ടതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയും. അപ്പോൾ ഒരു ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, കാരണം 10 മണിക്ക് ഒരു ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവൽ ചിലപ്പോൾ 2 മണിക്കായിരിക്കും ആക്റ്റീവ് വന്നത്. പക്ഷെ നമ്മളെ സെറ്റപ്പ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ അതിന്റെ മുമ്പ് 10 മണിക്ക് പറഞ്ഞ ലെവൽ, ഓക്കെ, മാർക്കറ്റ് കുറെ മേലെയാണ്, ലെവൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ആവശ്യമില്ലാതെ 10ഉം 15ഉം ട്രേഡ് എടുത്ത് ലോസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഒറ്റ ട്രേഡ് മതി. നമുക്ക് 200 പോയിന്റ് അല്ലെ, 100 110 രൂപയുള്ള പ്രീമിയം 350 എന്ന് പറയുമ്പോൾ ഏകദേശം 200 പോയിന്റ്. ഓക്കെ, നമുക്ക് 200 പോയിന്റ് ആവശ്യം പോലും ഇല്ല. ഒരു 100 പോയിന്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് കിടിച്ചാൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആയി അല്ലെ. ഇപ്പൊ സീനകത്ത് ഞാൻ പറഞ്ഞു, സീനകത്ത് ട്രേഡ് ആക്റ്റീവായി ഏകദേശം 1:9 മേലെ പോയി. പുട്ടിനകത്ത് എന്ത് ചെയ്തു, 100 സാധനം ഏകദേശം എന്താണ് 200 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തന്നെ ആവശ്യമുള്ളൂ, വേറെ ഒരു ആവശ്യമില്ല. നിവിന്തോ വേറെ ആളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പുട്ടി മേലെ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കാളും വലിയ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ ഒരുപാട് ട്രേഡ് നിങ്ങൾക്ക് കിട്ടും. അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. കാരണം കൊടുക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം കൊടുക്കുന്ന ലെവൽസ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം വോളിയം പ്രൊഫൈൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിനും കൂടി കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഫോളോ ചെയ്ത ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും അതിന്റെ ആക്യുറേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രത്തോളം ഉള്ള വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞത് 2-3 ദിവസങ്ങൾ വീഡിയോ ഇടാത്തതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസുകളാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ഫോളോ ചെയ്യുക. അതിലിപ്പോൾ മിസ്റ്റേക്ക് വരും അല്ലേ? കാരണം ഇപ്പോൾ ഏതൊരു സാധനമാണെങ്കിലും, ഇപ്പം നമ്മൾ എന്ത് സാധനം, ഇപ്പം ട്രേഡിംഗ് ആയിക്കോട്ടെ, വേറെ എന്ത് സാധനമാണെങ്കിലും നമ്മളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളോളം അങ്ങനെ വെച്ചതുകൊണ്ട് കാര്യമില്ല. അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വണ്ടിയാണ് മേടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, അത് സർവീസ് ചെയ്യണം അല്ലേ? ഫോണാണ് മേടിക്കുന്നതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി പഠിച്ച് നമ്മൾ 100% ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കാൻ വേണ്ടി പാടില്ല. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പം മാത്രമാണ് നമുക്കത് സക്സസ് ആകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും മാർക്കറ്റിൽ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ വന്നാൽ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ റീസൺ എന്തായിരിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജിയിൽ 10 ദിവസം ട്രേഡ് എടുത്ത് ഒരു ദിവസം SL ആയി എന്ന് പറഞ്ഞാൽ ആ സ്ട്രാറ്റജി ഒഴിവാക്കുന്നതിന് പകരം എന്തുകൊണ്ട് SL ആയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ അത് റിക്കവർ ആക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. വോളിയം പ്രൊഫൈൽ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക. പിന്നെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ പ്രോഫിറ്റ് ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങളത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അത്രമാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. കോളിന് വേണ്ടി മാത്രമായിട്ട് ആരും മെസ്സേജ് അയക്കരുത്. പഠിച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾസും കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.